എന്റെ മോനെ ഗൈസ് നല്ല കിടിലം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കിടിലം കാലാവസ്ഥ. വൈകുന്നേരം ചെറിയ ചാറ്റൽ മഴ, ഒരു കട്ടൻ ചായയൊക്കെ പിടിച്ച് ആ ചീനിവലയുടെ സൈഡിൽ പോയിരുന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്. പക്ഷെ തൽക്കാലം നമ്മൾ ആ ഫീൽ എടുക്കാൻ നിൽക്കുന്നില്ല. ഇന്ന് നേരത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ ശരൂനെ വിളിച്ച്, അപ്പം ഷാസും കാണും സനിബ്രോയും കാണും, നമ്മളെല്ലാം കൂടെ പുറത്ത് നൈസായിട്ട് ഫുഡ് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. എല്ലാവരും കൂടെ ഇരുന്നിട്ടൊക്കെ എത്ര നാളായി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം കൂടെ ചില്ലടിക്കാൻ പോകണം. അപ്പോൾ ആദ്യം ശരണ്യെ നമുക്ക് പാലാരി വെട്ടത്തുനിന്ന് എടുക്കാം. അവൾ എന്തോ അവിടെ സ്റ്റിച്ചിങ് സെന്ററിൽ എന്തോ വർക്ക് കൊടുത്തിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അമ്മു കാണും, നമ്മുടെ അബി കാണും. അപ്പോൾ അവിടെ നിന്ന് ശരൂനെയും പൊക്കിക്കൊണ്ട് നമുക്ക് ഷാസിന്റെ സനിബ്രോയുടെ അടുത്തോട്ട് പോവാം. ഒരു ദിവസം നേരത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖം. ഈ സമയമൊക്കെ ഷൂട്ടുള്ള ദിവസം കാണുന്നത് റെയറാണ് കേസ്, കാരണം ഇറങ്ങുമ്പോൾ തന്നെ രാത്രിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ഞാൻ പറഞ്ഞ സ്ഥലം. പാലാരി വട്ടത്തെ മാക്സിനകത്താണ് സുഹൃത്തുക്കളെ അവൾ സ്ഥിതി ചെയ്യുന്നത്. ആരും എന്നെ വിദൂരതയിൽ നിന്ന് നോക്കി ചിരിക്കുന്നത്. അബിയെ, എടാ നീ എന്തുവാടാ അമ്മുന്റെ ബർത്ത്ഡേക്ക് ചെയ്തത്? ഏതോണ്ടല്ലോ ഗൈസ്, അവള് അമ്മു ആണെങ്കിൽ മറ്റേ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി കിടില ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ സെറ്റ് വെച്ചിരുന്നപ്പോ അവക്ക് ഈ നൈറോബി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട് ഏതിനാ, മണി ഹൈസിനകത്ത്. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നൈറോബിയുടെ തല വെട്ടി മാറ്റി ഇവ അമ്മുവിന്റെ തല കയറിയിട്ട് ഒരു പോസ്റ്റ് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. നൈറോബി എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് ഷെയർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തു. അവളാണെങ്കിൽ സെന്റിമോജി വെച്ചിട്ട് ചേട്ടനും എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടേക്കണം. പാവോടാ. ഓ, ഇവിടെ വന്നപ്പോ ലൈറ്റ് കംപ്ലീറ്റ് അങ്ങ് മാറി. എവിടെയാ സുഹൃത്തുക്കളെ ശരണ്യ? താഴെയാണാടാ? അല്ല, ഇതാണ് പെമ്പിളരെ സെക്ഷൻ. ഇവിടെ ആയിരിക്കൂലേ? താഴെ ഉണ്ടോ? എന്നാ താഴോട്ട് പോവാം. പടിയൊക്കെ ഇറങ്ങണം അവിടെ. എസ്കലേറ്റർ ഉള്ളല്ലേ? താഴോട്ട് തന്നെത്താൻ ഇറങ്ങിക്കോളാം. ആണോ? മാക്സ് ലവ് കൊച്ചി. ആരൊക്കെയാ ഇത്? ഹലോ, ഓളെ സുഖമാണോടി? എന്റെ ബർത്ത്ഡേ കണ്ടിട്ട്, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ കാണുന്നത്. സുഖമായ എനക്ക്? ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? അതെ അതെ, എടി പൊളിയല്ലായിരുന്നു ബിഹൈൻഡ് ദ സീൻ. ഞങ്ങളെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാരിത്തക്കിളി നാക്കിളി മൂക്കിളി. എടി ഈ ഇടയ്ക്ക് സ്റ്റേജ് നിർത്തി സാനിയപ്പനെ സൈഡിൽ നിർത്തിട്ട് ഞാൻ ഈ പാട്ട് പാടി കൊടുക്കും. സാനിയപ്പൻ വിശ്രമിച്ചിരിക്കണേ. ഇതൊക്കെ എന്തെന്ന്? നായറോബി. ആ മാമക്കളെ, നായറോബി കൂട്ട. എടി ലാസ്റ്റ് വ്ളോഗ് വന്നപ്പോ എന്തോരം പേര്. അമ്മു ക്യൂട്ട്നെസ് ഓവർലോഡ്. സ്പോക്കൺ ഇംഗ്ലീഷ് ലിങ്ക് അയച്ചു ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ ബിഗിനേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് യൂട്യൂബില്. ചിലപ്പോ അത് ജെനുവിനായിട്ട് അയച്ചു തന്നായിരിക്കും മക്കളെ. നിന്റെ പിഞ്ച് മനസ്സിലത് വേദനയായല്ലേ. എടി ബർത്ത്ഡേ കിട്ട പോസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പണി വരണുണ്ടെന്നാ? ഓഹോ, എല്ലാവർക്കും ശരിയാക്കി തരാം. 6 പേര്. നമ്മൾ 6 പേരാണല്ലേ അതല്ലേ? എടി ഈ 6 പേർക്കാണ് നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം. അത് നീ മനസ്സിലാക്കണം. ഗംഗയിട്ടല്ല, ഗംഗയൊക്കെ ഇട്ടല്ല ആണല്ലേ? അത് ആത്മാർത്ഥതയുള്ള കെട്ടിയവനാണ്. എടി നീ ഡ്രസ് എടുത്താ? ഡ്രസ് എടുക്കാൻ വന്നതാണോ? ഓക്കെ, ഇത് സെറ്റായോ? കൊള്ളാം. നോയിക്കോ. അവരുടെ ഷോപ്പിംഗ് റെഡി. എന്നിട്ട് പറഞ്ഞ് ഷാസും സനിബ്രോയും കൂടെ ഏതോ പാലാരി വെട്ടത്തെ ഏതോ കുക്കു പുക്കു എന്തൊരു പേര് പറയുന്നുണ്ടായിരുന്നു. അല്ലല്ല, ഇത് ചിക്കൻ ഹെൽത്തി ഫുഡ് കിട്ടണ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു. നമ്മളും ഇപ്പൊ, ഞാൻ മാത്രമല്ല, ഇപ്പൊ എവളും ഡയറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പൊ ഷോപ്പിംഗ് നടക്കട്ടെ. ഇവരുടെ കളക്ഷനൊക്കെ കുറച്ചൊന്ന് ഒരു സ്റ്റൈൽ കളർ പോലെ, അല്ലെങ്കിൽ ഒരു പോപ്പി കളറല്ല ഗൈസ്. എനിക്ക് കുറച്ച് പോപ്പിയാണ് എപ്പോഴും ഇഷ്ടം. ഇതുപോലുള്ള പ്രിന്റ്സൊക്കെയാണ് എൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇതൊരു സുഖമില്ല. ഇതൊന്നും കുഴപ്പമില്ലാത്ത ഐറ്റങ്ങളാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ഷർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എനിക്ക് ചേരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയണേ ഗൈസ്. അത് കമന്റിൽ വരുമ്പോഴേക്കും പിന്നീട് എനിക്ക് തോന്നുന്നത് എടുക്കാമല്ലോ. പൂ. ഇതും കൊള്ളാം കേട്ടോടാ. എന്താ പടക്കോ? 42 എത്ര? 42 എന്ന് പറഞ്ഞാൽ ലാർജ് ആണെങ്കിൽ കറക്റ്റ് ആണ് എനിക്ക്. ആണ്. അപ്പൊ എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണെടാ. ഇതും കൊള്ളാം കേട്ടാ. ഇതും കൊള്ളാം ഗൈസ്. ഇതൊക്കെ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ ഒരു ചെറിയ നമ്പർ ചെയ്ത് ഗൈസ്. എടാ ഞാൻ ഉണ്ടല്ല, എന്റെ 60 സെക്കൻഡ് 60 പ്ലേസ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്റെ കോസ്റ്റ്യൂം ചെയ്ത ആളിനെ എനിക്ക് അറിയാം. ഫറീദ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചേരണ പാകത്തിൽ ഒരു 5 പേര് ഡ്രസ്സ് ഇങ്ങോട്ട് അയക്കാൻ. എന്തായാലും അവിടെ നിന്ന് അവരുടെ നല്ല ട്രെൻഡി സാധനങ്ങൾ നോക്കി അയച്ചു തരുള്ളൂ. കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ.
എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തിരുവനന്തപുരത്തിന് തമിഴ്നാടിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പോലെ കാസർഗോഡിന് കർണാടക ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അവിടെ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. അതുകൊണ്ടായിരിക്കും അവിടെ വെറൈറ്റി വരുന്നതാണ് എൻ്റെ ഒരു വീക്ഷണ കോണകം. നമുക്ക് ഷർട്ട് നോക്കാം. ഇതെങ്ങനെ ഉണ്ടടാ? ഞാൻ ആദ്യം നോക്കിയതാ. ഇതല്ലേ? ഇതും കൊള്ളാടാ. ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഇടാറുണ്ട്. ഒരു ഹാഫ് നോക്കാം. ഫുള്ളല്ലേ ഒരുപാടുള്ള എൻ്റെ കയ്യിൽ. ഹാഫ് നോക്കാം. ഇതൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഭയങ്കര തിളക്കം. ഇത്രയും തിളക്കം വേണ്ട നമുക്ക്. ഇതൊക്കെ കുഴപ്പമില്ലാത്ത ഡിസൈനാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ ഈ ഫുൾ സ്ലീവ് ആണ് കൂടുതൽ. ഹാഫ് സ്ലീവ് എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം സ്ലീവ് എടുത്ത് നോക്കിയല്ലേ എനിക്ക് ജോൺ പ്ലേസിൻ്റെ ഈ ഒരു ഷർട്ട് അത്യാവശ്യം ഡീസൽ. ഇത് എത്ര? 1500 രൂപയുടെ ഒരു ഷർട്ട്. ഇത് കൊള്ളാം. ഇതൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഞാൻ മുണ്ടാനിട്ടേക്കണത്. എന്നാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൊള്ളാമെങ്കിൽ ഞാൻ ഇത് എടുക്കും. ഗൈസ് മീഡിയം ആണ്, റിലാക്സ്ഡ് ഫിറ്റ് ആണ്. കണ്ടിട്ട് ഒരു ലുക്ക് ഉണ്ട്. കൊള്ളാവണം. അടിപൊളി. എനിക്ക് ഇഷ്ടമല്ലേ? അപ്പോ ഇത് നമ്മൾ എടുത്തിരിക്കുന്നു ഗൈസ്. ഞാൻ പോയി ഊരിയിട്ട് വരട്ടെ. ഞാൻ പോയി മാറ്റിയിട്ട് വരട്ടെ. മുത്തേടാ ഇതൊന്ന് ബില്ലടിച്ചു തരുമോ? താങ്ക് യു. എന്താടാ ഒരു ചിരി? ഗൈസ് ഞാൻ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ബില്ലിംഗ് ഔട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്കാണ്. കാരണം ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് പെട്ടെന്ന് ഒരു സാധനം ആകുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും. അത് നമ്മൾ മാർക്കറ്റിംഗ് പറ്റി പഠിക്കുന്ന സാധനമാണ്. ഇത് ലുലു അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾസ് അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ ചെന്നാലും ബില്ലടിക്കുന്നതിനോട് കുറേ സാധനങ്ങൾ കാണും. അത് നോർമലായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. നിനക്ക് ഈ ടെക്നിക്ക് അറിയാമായിരുന്നാടാ? അറിയാല്ലേ? കണ്ടാടാ കൊച്ചു കള്ള ഇതിട്ട് ഒളിച്ചു നിൽക്കണല്ലേ. ഒന്നും അറിയാത്ത അവൻ ഓടി. ഈശ്വര ചത്തതുപോലെ നിൽക്കുക. കോഡ് നമ്പറോ? ഫോൺ നമ്പറൊക്കെ വേണോ? അതില്ലാ ചെയ്യൂലടാ. എനിക്ക് മെസ്സേജ് അയക്കാനല്ലേ നിങ്ങൾ? അതും വേറൊരു ടെക്നിക്കാണ് ഗൈസ്. അവൻ കണ്ട വഴി ഓടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്ത് ഓഫർ വന്നാലും നമുക്ക് വാട്സാപ്പിൽ കിട്ടും. അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സാധനമാണ്. നമ്മൾ ഒരു പരിചയമില്ലാത്ത ബ്രാൻഡുകളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ടെക്നിക്കൽ ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. ക്യാരി ബാഗ് വേണ്ടടാ, ഇട്ടോണ്ട് പോക്കോളാം. ക്യാരി ബാഗിന് എത്രയാ? 10 രൂപ. ആ അവന് ക്യാമറ കിട്ടണല്ലേ, മാറി നിൽക്കണാന്ന്. ഓ ഇത് ഏത് ചാരിറ്റിക്കാ കൊടുക്കുന്നത്? അതെന്തിന്റെ? ഓക്കെ ഓക്കെ. അവർ നല്ല ഇവന്റുകളൊക്കെയാണോ ചെയ്യുന്നത്? ആ നമ്മളെവിടുത്തെ പിള്ളേർക്ക് അപ്പോ ആണോ? ഓക്കെ സെറ്റ്. ആഡ് ചെയ്തോ? ഈശ്വര 2 രൂപ ചോദിച്ചതിനാണോ ഇത്രയും ചോദ്യം? ബില്ലടിക്കട്ടെ. എന്താടാ എന്തുവാടാ? നിനക്ക് മെമ്പർഷിപ്പ് എടുക്കണോ? അവന് മെമ്പർഷിപ്പ് എടുക്കണോ? ആർക്കാടാ മെമ്പർഷിപ്പ് എടുക്കേണ്ടത്? പേയ്മെന്റ് എങ്ങനെയാ സാർ? നീ അവനെ ട്രാപ്പ് ചെയ്യാൻ നോക്കണല്ലേടാ. ഞാൻ UPI. ഓക്കെ ഞാൻ വീണ്ടും ബില്ലടിക്കട്ടെ കേസ്. ഓക്കെ ഗൈസ് നമ്മൾ ബില്ലടിച്ചിറങ്ങി 1501 രൂപയായി. സെറ്റ്. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ താഴെ വന്നപ്പോൾ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഇത് പെമ്പിള്ളരെയാണ്. അതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതെന്ത് തോന്നിവാസാ ഗൈസ്. നമുക്കെന്താ ഇങ്ങനത്തെ സാധനങ്ങളില്ലാത്തത്? നമുക്ക് ഇതുപോലത്തെ സാധനം കിട്ടണമെങ്കിൽ ജാക്ക് ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രിന്റഡ് ഷർട്ടുകൾ ഇറക്കുന്നത്. നല്ല കളക്ഷനാണ്. ഇത് ശരണ്യെ കാണണല്ലോ, നമ്മൾ കുറച്ച് പേരോട് തപ്പുന്നുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സ് ലേറ്റർ നമ്മൾ പെമ്പിള്ളേർ ട്രയൽ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യണ കേസ്. ഇത് സത്യമാണ് കേട്ടോ. അത് ആരും കളിക്ക് പറയണല്ലോ. പെമ്പിള്ളേർ ഒരുപാട് സമയം എടുക്കും സാധനം സെലക്ട് ചെയ്യാൻ. കാരണം അതിനും മാത്രം കളക്ഷൻ കൊണ്ടുള്ളവർക്ക്. ഫാഷൻ ബ്ലോഗർ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാഷൻ ബ്ലോഗർക്ക് സമയം ആവാന്ന്. പക്ഷെ ഞങ്ങളാണ് പോസ്റ്റ് ആവണത്. ഞങ്ങൾ അത്ര മികച്ച ഫാഷൻ ബ്ലോഗേഴ്സ് അല്ല ഗൈസ്. എടി പോത്തെ, നിന്റെ കൂടെ 2 ഉണ്ട്. അതൊക്കെ അവിടെ മണിക്കൂർ ഒന്നാ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എടി ഫാഷൻ ബ്ലോഗറെ, നീ ഒരുമാതിരി എന്തുവാടി ഇത്? വാ പോണ്ടേ? ഞങ്ങൾ പറയായിരുന്നു കേരളത്തിലെ ഫാഷൻ ബ്ലോഗർ ആയി പോയതിന്റെ അവസ്ഥയാണെന്ന്. ഇതെടുക്കാൻ വേണ്ടിയാണ് എത്ര നേരം എടുത്തത്? ഒരു ചെരുപ്പാണോടി മാറി നീ എടുത്തത്? എന്റെ പടച്ച തമ്പുരാന്. ആ പോ ബില്ലടി, പോ. തടി കുറയ്ക്കണം. ബോഡി ഷെയിൻ ചെയ്യടാ, ബോഡി ഷെയിൻ ചെയ്യും. ഓക്കെ ശരി. ബില്ലൊക്കെ അടിച്ച് 4 ബില്ലടിക്കാനുള്ള സമയമുണ്ട് ഞങ്ങളുടെ കയ്യില്. ഒരു ചെരുപ്പ് ഒരു ഷോർട്സും എടുക്കാനായിരുന്നു കേസ് ഇത്രയും നേരം. മേളില് ബില്ലടിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഷാസ്ബ്രോയെ സനിബ്രോയെ ഏതോ ഒരു ബക്കി അങ്ങനെ എന്തോ ഒരു കടയിലോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. എടി കുറിപ്പ് എങ്ങോട്ട് പോകണടി?
നീ ഇപ്പൊ എടുത്തിട്ട് ഇറങ്ങിയല്ലേ ഉള്ളു. ഫിറ്റായില്ല. രണ്ടെണ്ണം അടി അപ്പൊ ഫിറ്റ് ആവും. ആ ചെളി എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക്സ്. ഇവന്മാര് ഇറങ്ങണില്ല ഗൈസ്. എടി നീ ഇവിടെ കരിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്നല്ലേ എടി അമ്മൂന. എടി നിന്റെ പൊന്നു മക്കളെ എത്ര നേരമായിട്ട് നമ്മൾ നിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരും അല്ല പോസ്റ്റ്, ഞങ്ങളാണ് പോസ്റ്റ്. ഞാനും അവനും കൂട്ടത്തില് ഇവനും ഉണ്ട്. ഞാൻ ലാസ്റ്റ് നേരത്തെ ഇവന് പറയാൻ പറ്റാത്ത ഒരു മാരക വാനാറ്റമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവൻ മാസ്ക് വെച്ച് കിടക്കുകയാണ്. ചുമ അവൻ പടത്തല്ലേടാ. എനിക്ക് മഴവില്ലില് പോവാണ്ട്. ഓക്കെ, അപ്പം നീ ഫുഡ് കഴിക്കാൻ വരാൻ. ആ പൂക്കി എനിക്ക് തീരെ പിടിക്കണ്ട, എനിക്കത് മാറ്റിയാണ്. മകളെ നീ മറ്റേ കൗണ്ടറിൽ എടുത്ത സാധനം കാണിച്ചേടി. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കണേന്ന് കണ്ട. അത് കറക്റ്റ് ആയിട്ട് കണ്ടുവന്ന് എടുത്തവള് കൗണ്ടറിൽ തന്നെ എടുത്തപ്പോ. ആര് ഓ ഇവള് ക്യൂട്ട്നെസ് അങ്ങ് വാരി പറക്കി അടുക്കുകയാണ്. ഞാൻ ബർത്ത്ഡേ വിഷയം വിളിച്ചപ്പോ ഞാൻ അമ്പലത്തിലാട്ടോ വണ്ടിയൊക്കെ ഗിഫ്റ്റ് കിട്ടി. വീട്ടിലെത്തിട്ട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ ആ ബർത്ത്ഡേ എന്ന് പറഞ്ഞാ താങ്ക് യു. ആളെ കാണാൻ പോവാ ഗൈസ്. നമ്മളെല്ലാം ഒരു പടയായിട്ട് നമ്മള് കൂസ്കൂസ് എടി എന്തിനായിരുന്നു പേര്? ആ കോസ് കഫേയിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. അവിടെ നമ്മുടെ മറ്റേ സോനുബ്രോ ഒക്കെ ഉണ്ടല്ലോ, സനുബ്രോയുടെ ഫ്രണ്ടും അവരൊക്കെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ ഓളാക്കാം ഗൈസ്. ഇനി കോസ്കൂസിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ശരണ്യ നന്ദകുമാർ അങ്ങനെ വീണ്ടും ഏഞ്ചലിനെ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞ സന്ദീപനില്ലാത്തപ്പോ ഞാൻ ഡ്രൈവർ. സനുബ്രോയും ഉണ്ടടി. അവര് വണ്ടി നിന്റെ വണ്ടിയോ നീ ഓട്ടിക്കണില്ല, എന്റെ വണ്ടിയെങ്കിലും നീ ഓട്ടിക്ക്. ആടി ആൾക്കാർ ചോദിച്ചു തുടങ്ങിട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടെ എന്നൊക്കെ. സത്യമായിട്ടും എനിക്കറിയാം ഗൈസ്. ഞാൻ ഓട്ടിക്കും ഗൈസ്. ഞാൻ ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ ഞാൻ എറണാകുളം തിരുവനന്തപുരം ഒക്കെ ഓടിച്ചു പോകുമായിരുന്നു. പക്ഷെ പിന്നെ ഷെഡ്യൂളൊക്കെ ഹെക്ടിക് ആയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ആ റൂട്ട് അങ്ങ് വിട്ട്. എനിക്കൊന്ന് ഇരുന്നാ മതി നമ്മുടെ പ്രിയങ്കരിയായ നൈറോബി ഹക്സിയം കെട്ടിപ്പിടിച്ച് പിറകിലിരിപ്പുണ്ട് ആ നായറോബി. എടി ഇന്ന് ഞാൻ സ്റ്റേജിൽ പറഞ്ഞു നോക്കളെ, നീ മറ്റേ ബിബിൻ ജോർജിനെ ഓ നായർ എന്നാണ് വിളിച്ചത്. എന്റെ കൂട്ടുകാരിയുടെ ചേട്ടത്തി അമ്മ ബിബിൻ ജോർജ് ഓ നായരാണെന്ന്. വിപിൻ ഉണ്ടായിരുന്നു. നിന്നെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. ഓ എന്നിട്ട് ബിപിൻ എടി എന്നിട്ട് ബിപിൻ റോയ് എല്ലാം അവിടെ വട്ടത്തിലിട്ട് കളിയാക്കലായിരുന്നു എവിടെ കാരണം. എടാ അത് കണ്ട ഒരു നായർ ലുക്ക് ഉണ്ടെന്ന്. ബിപിൻ ബ്രോനെ ഇടയ്ക്ക് കുറിയും കൂടെ ഇടണോണ്ടേ മൊത്തത്തിൽ അവിടെ അങ്ങ് ഫ്ലാഷ് ആയി. നീ അത് ഹിറ്റാക്കി മക്കളെ. അവളുടെ ഒബ്സർവേഷണൽ സ്കിൽസ് ആണ് സുഹൃത്തുക്കളെ നമ്മൾ ഇതിൽ നിന്നും വീക്ഷിക്കേണ്ടത്. ഷരു, ഒരു ഫാഷൻ ബ്ലോഗർ എന്ന നിലയില് നീ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഞാൻ ചെയ്യണാടാ റിലവന്റ് ആയിട്ട് നിക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ റിലവന്റ് ആയിട്ട് നിക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ ട്രെൻഡുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള പണി. ജെൻസി സ്റ്റൈൽസ്. ഞാൻ ഒരു മില്ലേനിയലാണല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ഓഡിയൻസ് അപ്പൊ ജെൻസി ആണോ മില്ലേനിയൽസ് ആണോ? എന്റെ ഏകദേശം ഒരു 18 to 35 ആണ് എന്റെ ഓഡിയൻസ്. എടി നീ ജെൻസി അല്ലേ? ഞാൻ ജെൻസി അല്ലല്ലോ, നീ മില്ലേനിയൽ. ഞാൻ മില്ലേനിയൽ ലാസ്റ്റ് 1996. എനിക്കൊന്ന് 7 തൊട്ടാണ് ജെൻസി തുടങ്ങുകയാണ്. അപ്പം നിന്റെ ഓഡിയൻസ് ജെൻസി ആണ് ഏകദേശം. ഉണ്ടല്ലേ ഒരുപാട് കുറെ പിള്ളേരുണ്ട്. പിന്നെ എന്റെ എത്നിക് സ്റ്റൈൽസ് എല്ലാവർക്കും ഇഷ്ടം. മോഡേൺ സ്റ്റൈൽ എനിക്ക് ജെൻസി പിള്ളേരെ ക്യാരി ചെയ്യണ പോലെ ക്യാരി ചെയ്യാൻ പറ്റില്ല. കുറെ പരിമിതികളുണ്ട്. ഫാഷൻ ബ്ലോഗറുടെ വാക്കുകൾ. ഇന്നത്തെ ഫാഷൻ ബ്ലോഗറുമോടൊപ്പം എന്ന സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനി ഫുഡ് ബ്ലോഗറോടൊപ്പം എന്ന സെക്ഷന് വേണ്ടി സനുബ്രോ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. നമ്മൾ അതിനു വേണ്ടി കുക്കു പൂക്കുവിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കോസ് കഫേ. ഇതാണ് സുഹൃത്തുക്കളെ അപ്പോ ഷാസും സനുബ്രോയും പറഞ്ഞ കോസ് കഫേ. ഹലോ ചേട്ടാ, നമസ്കാരം. സുഖമാണോ? അടിപൊളി. എടി നല്ല ഇവർ ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണടി? ഓ ഇത് ബോൺസായി അല്ലേ? ഇത് ബോൺസായി ആണോ? പക്ഷേ ഇതെന്താ ഇത്? ഇതൊരു മുതുക്ക് ബോൺസായി ആണെന്നാണ് എന്റെ വിശ്വാസം സുഹൃത്തുക്കളെ. കൊള്ളാല്ലേ? സനുബ്രോ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് അകത്ത് കയറിയിരിക്കാം. കയറിക്കോ. ആ നല്ല കോഫിയുടെ മണം. ഔട്ട്ഡോർ പിടിക്കാം. ഹലോ നമസ്കാരം. ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടാ. നമുക്ക് ഏതെങ്കിലും ഒരു നൈസ് സ്പോട്ട് നോക്കി ഇരുന്നാലേ. നമ്മളൊരു 10 പേരെങ്ങാണ്ടില്ലേടി. നിന്റെ വായിൽ എന്ത് പറ്റി? നീ പെട്ടെന്ന് ഇവിടെ കയറിയോ സൈലന്റ് ആയിപ്പോ?
ഹലോ നമസ്കാരം. ഒരു 10 പേരുണ്ടോ? ഒരു 10 പേർക്ക് ഇരിക്കാനുള്ള സ്പോട്ട് ഉണ്ടോ ബ്രോ? സത്യമായിട്ടും ഇല്ലേ? കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആണോ? ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ക്യാഫെ. അയ്യോ. ഇരിക്കണമെങ്കിൽ മിനിമം 2 ടേബിൾ. ബേസിക്കലി ക്യാമറ നോട്ട് അലൗഡ് ആണ്. ആണോ? ഓക്കെ കുഴപ്പമില്ല. ഞാൻ ഇതുകൊണ്ട് പോവാം. കയ്യിൽ വെച്ചോ. ആ അല്ല ഷൂട്ടിംഗ് ആണ്. ഓക്കെ ഗൈസ്, ഷൂട്ടിംഗ് അലൗഡ് അല്ല, ഞാൻ പിന്നെ വരാം. ഗൈസ്, വിജൃംഭിച്ച ഹുണ്ടായി വെർണയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കഥാനായകന്മാർ. അളെ ഇവിടെ ഹൗസ്ഫുള്ള്. പിന്നെ അതിന്റെ അകത്ത് ക്യാമറ എടുത്തൂടാ. ഓ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ ഇറങ്ങടാ? അയ്യോ, ഇത് ആരാ ഇത്? സോനു ബ്രോ, എന്റെ പാർട്ട്ണർ. സുഖാണ്? അടിപൊളി. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ബർത്ത്ഡേ സെറ്റ് അല്ലേ? കണ്ടല്ലേ? പൊളിച്ച്. നമ്മുടെ പ്ലാനിങ് വർക്കൗട്ട് നോക്കണേ. ഞങ്ങളുടെ പ്ലാനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കാറിന്റെ അകത്തിരുന്നുള്ള വേറെ ലെവൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സനുബ്രോയ്ക്ക് വിശ്വസിക്കാനേ പറ്റില്ലായിരുന്നു. കഥ മൊത്തം അതിലോട്ടല്ലേ? ചെറുതായിട്ട് സന്തോഷം ഉണ്ടല്ലേ? ചൈനയിൽ എവിടെയാ പഠിച്ചേ? ഫേമസ് വുഹാനിലാണോ? കൊറോണ ഉണ്ടാക്കിയത് അവിടെയല്ലേ? ഈശ്വര, അതിൽ നിങ്ങൾക്ക് വല്ല കൈ ഉണ്ടായിരുന്ന? ഞാൻ 2013 പാസ്. ആ, അപ്പൊ കൊറോണ ഇല്ല. ഓക്കെ സെറ്റ്. അപ്പൊ കുഴപ്പമില്ല. സനുബ്രോ ഡിസ്ട്രിക്ട് 7 പോവാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്ട്രിക്ട് 7 അല്ലേ? ഓക്കെ ഓക്കെ. ഞായറാഴ്ചയാടാ, അതാണ് ഞാൻ തിരക്കാണ്. ഡിസ്ട്രിക്ട് 7 എങ്ങനത്തെ ഫുഡാണ്? വന്നിട്ടില്ല അവിടെ? എല്ലാം ഉണ്ട്, ഗിൽ ചിക്കൻ എല്ലാം ഉണ്ട്. ആ ഓക്കെ, അത് മതി. നമ്മുടെ ഡയറ്റ് സെറ്റ് ആവുമല്ലോ. ഓക്കെ, എന്റെ വണ്ടി ഓടിക്കുന്ന ശരുവാണ്. ആരെങ്കിലും അങ്ങോട്ട് വരുന്നോ? ഇല്ലല്ലേ? ചുമ്മാ മറ്റേ വ്ളോഗിന് തുടക്കം തന്നെ അവളൊരു കുഴി കൊണ്ടിരുന്ന ഞാൻ കണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ ശരി, അപ്പൊ അവിടെ വെച്ച് കാണാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഡിസ്ട്രിക്ട് 7. ഇവിടെ ഡിസ്ട്രിക്ട് 7 വിട്ടോ? ഓക്കെ ബാ. താങ്ക്സ് ടാ ശരു. വണ്ടി ഡിസ്ട്രിക്ട് 7 വിടറി. ആര്? എടി നമ്മൾ പോയിട്ടുണ്ടോ? ആണോ? നമ്മള് പോയിട്ടുണ്ട്. നമ്മള് മറ്റേ പപ്പാഞ്ഞിയുടെ വടിയൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ചൊക്കെ നമ്മൾ മറ്റേ ഫോൺ വെച്ചിട്ട് ബില്ല് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അയ്യോ, അത് നല്ല റെസ്റ്റോറന്റ് ആണ് അവിടെ. ഇപ്പൊ താഴെ പോയതിനെ നീ ഡ്രൈവർ സീറ്റില് അവിടെ പോകാം. നല്ല ഒരു റെസ്റ്റോറന്റ് ആണ്, നല്ല ഫുഡും ആണ് അത്യാവശ്യം. ലെറ്റ്സ് ഗോ ടു ഡിസ്ട്രിക്ട് 7 ഓഫ് ഇന്ത്യ. എന്നാലും അവർക്ക് റൂള് ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തുകൂടാന്ന് നേടി. അതെ, ക്യാമറ ഇതുകൊണ്ടാണ്. ഫോണായിരുന്നു അവർ ശ്രദ്ധിക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷെ രാത്രി ഫോൺ വെച്ച് എടുത്താലേടി പിരിന്നു. നിനക്കറിയാലോ. ഞാൻ കുത്തിത്തരാം, നീ വണ്ടി എടുത്തോ. ഓക്കെ, നൗ വി ആർ ഓഫ് ടു. ഇത് കണ്ടാ? കാണിച്ചു കൊടുത്തോട്ടെ ഗൈസ്. ഇതാണ് ശരണ്യയുടെ വിഷൻ ബോർഡ്. ഇത് എന്തൊക്കെയാടി? ഇത് എനിക്ക് ലവ് ഫോർ എവർ അനന്തു, അതിന് എനിക്ക് കിട്ടി. അത് നീ അച്ചീവ് ചെയ്ത സാധനമാണ്. അനന്തുവിനെ നീ അച്ചീവ് ചെയ്ത്. ഹി ബിക്കെയിം ഹെർ ഫോർ എവർ. ഏർലി വേക്കപ്പ്. അതൊക്കെ എഴുതിയിട്ടിട്ടുണ്ടോ നീ? ആഗ്രഹമൊക്കെ പറയാലോ. വിഷൻ ബോർഡാണെന്ന് മാത്രമുള്ള സുഹൃത്തുക്കൾ, അത് നടക്കൂല്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. വേറെന്തേലും ഫോക്കസ് ആവാനും പാടാണ്. ആണോ? ഹെൽത്തി ഫുഡ് സെറ്റ്. അതിപ്പം ഒരാഴ്ചയായിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ട്രാവല്, മോർ ഫാഷൻ കണ്ടന്റ്. ആണോ? കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഏർലി വേക്കപ്പ് മാത്രം നടക്കാറുള്ളൂ. എന്താ മനസ്സിലാവാനുള്ള തോന്നണടാ. ഞാൻ ഒരു 10th മുതൽ രാത്രി 12 മണിക്ക് പഠിക്കണ ആളാണ്. അപ്പൊ എനിക്ക് തോന്നണം അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ ആ റുട്ടീൻ കറക്റ്റ് ആവാത്തേന്നുള്ളത്. എണീക്കണം വൈകി. എന്റെ ടെക്നിക്ക് പറഞ്ഞു തരട്ടാ എടി. ഞാനും ഈ നേരത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഈ നൈറ്റ് ലൈഫ് സ്റ്റൈലിലായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ 2 റൂള് വെച്ച്. ഒന്ന്, ഒരാഴ്ച എന്നെ തന്നെ നിർബന്ധിച്ച് രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. 7 മണിക്ക് എഴുന്നേക്കും. പിന്നെ രണ്ടാമത്തെ റൂള്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് വരെ ഞാൻ കട്ടിലിന്റെ അടുത്തോട്ട് പോകൂല. 3, കിടക്കാൻ നേരത്തിന് ഒരു അരമണിക്കൂർ മുന്നേ മുതൽ ഞാൻ ഫോൺ തൊടില്ല. പിന്നെ 4, കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. പിന്നെ 5, രാവിലെ കണ്ണ് തുറന്നവിടെ എല്ലാ ലൈറ്റും ഓൺ ആക്കും. അപ്പൊ നമ്മുടെ സെർക്കേഡിയൻ ഋതം എന്ന് പറഞ്ഞ ഒരു സാധനം റൂട്ടിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ കുറച്ചു നാൾ നമ്മുടെ ബോഡിക്ക് യൂസ് ടു ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു 7 മണിയാണ് 7 മണിയെങ്കിൽ ലൈറ്റ് കാണുന്ന സമയം നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേക്കും. ഇതാണ് ഗൈസ് ഞാൻ രാവിലെ എഴുന്നേക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഇതിനെക്കുറിച്ച് നീ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റും. എന്നെ സഹായിച്ച സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞാൻ ടിപ്പ് ചോദിച്ചായിരുന്നു ഒരു ദിവസം. അപ്പൊ അവർ കംപ്ലീറ്റ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടാണ്. കാരണം രാവിലെ എഴുന്നേറ്റാലേ എന്റെ വർക്ക് നടക്കുകയുള്ളൂ. കാരണം ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അതിന് കിഡിലായിട്ടുള്ള പ്ലാനിങ്ങും അതിനനുസരിച്ചുള്ള എക്സിക്യൂഷനും വേണം. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് നീ കേട്ടിട്ടുണ്ടോ? റോമാ സാമ്രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ടല്ല ഉണ്ടാക്കിയത്. അത് സമയം എടുത്താണ് വരുന്നത്.
ചില എന്റെ മോട്ടിവേഷൻ കിണാപ്പുകൾ ഇഗ്നോർ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് 7 പോവാം. 7-11 അത് പോണെങ്കിൽ മാപ്പ് ഇടണം. ചുമ്മാ അതാണ് നീ ഇവിടെടുത്ത് കുറവുള്ളത്. നിനക്ക് വാതുറന്ന് പറഞ്ഞു വിടേടി കിണാപ്പി. നീ സർക്കേറിയൻ ഋതത്തിനെ പറ്റി സിർക്കേഡിയൻ വ്രതം അതിനെ പറ്റി നീ പറയണേരുന്നില്ലേ? നീ ഇട്ടിട്ട് പോയാണ് ഗൈസ്. ഞങ്ങൾ അങ്ങോട്ട് എത്തട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തൂലെന്നാണ് തോന്നുന്നത്. ലാ 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 ലാ. ആര് കുറിഞ്ഞിയോ? അതെന്താടി? കണ്ണമ്പ്രം എന്താ അവളെ വിളിക്കണത്? കുടു. നല്ലതാ, സ്നേഹം അല്ലേടിയാ? അല്ലേടാ? അല്ലേടി? അതെ. എടാ അകത്തോട്ട് കയറാം, കുരുപ്പുകളെ ബോളം ഉണ്ടാക്കാതെ വാ. നമ്മൾ ഡിസ്ട്രിക്ട് 7 എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഗൈസ് പണ്ട് ഞാനും ശരുവും ഹമ്പിളും ഒക്കെ കൂടി ഫോണ് കറക്കി ആര് ബില്ലടയ്ക്കും എന്നുള്ള ഒരു ചലഞ്ചൊക്കെ ഇവിടെ വെച്ച് ചെയ്തിട്ടുള്ള ആ റെസ്റ്റോറന്റ് ആണിത്. ബ്രിങ്ങിങ് ബാക്ക് മെമ്മറീസ്. ഷാസ് അവിടെ പോയി ബ്രോ? ബിയറോ? എന്താ നീ എന്താ പറഞ്ഞ? ബിയറെന്നോ? PDR എന്താ? പ്രോഗ്രാം ഡിസ്കഷൻ റൂം. ഓ, ശാസ്ത്രീയമായ നാമം അളിയ. എടാ നീ PDR ആണെന്ന്. നീ അല്ല, ഞാനല്ല പറഞ്ഞ മറ്റേ റിസപ്ഷനിൽ നിന്ന പയ്യനാണ്. നീ PDR-ലാണെന്ന്, പ്രോഗ്രാം ഡിസ്കഷൻ റൂമിലാണെന്ന്. ഇതിന് പേരൊക്കെ ഉണ്ടടാ. ഓ, ഞാൻ കേട്ടത് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്ന സ്ഥലം. അതെ അതെ, ഇവിടെ എങ്കോർന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പടം തന്നെ ഉണ്ടടാ സോനി ബ്രോ. ഇത് ശരണ്യയുടെ കംപ്ലീറ്റ് പടകളും. ബ്ലോഗും ഹായ് ഉമ്മ. എടാ നിനക്ക് ലെൻസ് ഇല്ലടാ, എനിക്കാടാ ലെൻസ്. അയ്യോ, അവന്റെ ബ്ലോഗ്. എന്റെ സഹ ഫുഡ് ബ്ലോഗർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സനി ബ്രോ പോഡ്കാസ്റ്റിനെ പൊളിച്ചില്ലേ നമ്മള്? അതേമാതിരി ഓർമ്മയില്ല കേട്ടാ. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണ് പറഞ്ഞത്. നീ നോക്കിയോ? എന്നാലും വരുമ്പോ അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും 100% ഓപ്പൺ ആയിരുന്നു ഗൈസ്. ആക്ച്വലി ഞങ്ങൾ എല്ലാരും ഓപ്പൺ ആയിരുന്നു കാര്യമായിട്ട്. ബിക്കോസ് ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് ഷാസ് സംസാരിക്കും, എന്നെ വെറുതെ വിളിച്ചോണ്ട് വന്നോണ്ട് ഞാൻ സൈഡിൽ ഇരിക്കാന്ന് വിചാരിച്ചു. ഇവ എന്റെ സംസാരം ചോദിച്ച് നമ്മളൊരുമാതിരി ഫ്രണ്ട്സിന്റെ ലെവലില് നമ്മളെ ഈ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്ന ഒരു കംഫർട്ട് സോണിലോട്ട് ആയി. പിന്നെ ഞാൻ ക്യാമറ മറന്നുപോയി അവിടെ. ഇതൊക്കെ ഇടയ്ക്ക് 2 വട്ടം മറ്റേ ബാറ്ററിക്കും മെമ്മറി കാർഡിന് വേണ്ടി കട്ട് വിളിച്ചില്ലായിരുന്നു. ആ ബാറ്ററി തീർന്നപ്പോഴാണ് കട്ട് വിളിച്ചില്ലെങ്കിൽ ഞാൻ മറ്റേ വയലന്റ് ആയിരുന്നു. സത്യം വയലന്റ് അല്ല, കുറച്ചൊന്ന് എക്സ്പ്ലോർഡ് ആയല്ലേ. ഭയങ്കര ഇതായി പോയി, ഭയങ്കര ഓപ്പൺ ആയി, ലൈക്ക് ഭയങ്കര ഫ്രീ ആയി. എനിക്ക് സത്യം പറഞ്ഞ ഫീൽ ചെയ്ത സനിബ്രോയുടെ ഒരു തെറാപ്പി സെഷൻ ആയിരുന്നു അതെന്നാണ്. എനിക്കും അത് ഒരു നല്ലൊരു ഇതായിരുന്നു. സത്യം ഇങ്ങനെയൊന്നും ഞാൻ ആരും സംസാരിച്ചില്ല കുറെ നാളായിട്ട്. പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു നമ്മളെ പാസ്റ്റിലോട്ട് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സാധനത്തില് നമ്മളെല്ലാരും കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. കാർത്തി ആയാലും ഷാസ് ആയാലും നമ്മളെല്ലാരും നമ്മുടെ കുറെ വ്യൂസും സംഭവങ്ങളും ലൈഫിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തനിയെ വന്ന്. അതാണ് സംഭവം. ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും പുറത്തു വന്നു. ഞാൻ പറഞ്ഞ എന്റെ ജേണി ഒന്നും ആർക്കും അറിയത്തില്ല. ഇതിൽ ഒരു ചെറിയൊരു എപ്പിസോഡ് ഇതിൽ കാണാൻ പറ്റും. ചെറിയൊരു എപ്പിസോഡ് അത്. ഞാൻ പറഞ്ഞു പനിയായിരുന്നു. പേടിച്ചു പനി മനുഷ്യ. ഞാൻ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വായുന്നല്ല അബദ്ധം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ഉറക്കപ്പിച്ചില് ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കാർത്തിയെ വിളിച്ച് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചുമ്മാ പറയാതെ. പക്ഷെ പറഞ്ഞെല്ലാം ജെനുവിൻ കാര്യങ്ങളാണ്. മോശമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും റോങ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ പോണെങ്കിൽ നമ്മൾ 3 പേരും ഒന്നിച്ച് പോകും. പോയാലും എനിക്കും ഒരു കുഴപ്പമില്ല. അതെ, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് ജൂപ്പിറ്റർ വരെ ഇറങ്ങിയിട്ടൊക്കെ വരാം. പിന്നെ കുഴപ്പമില്ലടാ. ഞാൻ പറഞ്ഞേ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയും. അത്രേ ഉള്ളൂ. അത് ബാക്കി എനിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി പോണേന്നല്ല. നമ്മൾ ഈ പറഞ്ഞത് ആർക്കെങ്കിലും റിലേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിജയം, ഒരു ഇതാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ലൈഫേ ഒരു ഫണ്ണി തിങ് ആണ് ഗൈസ്. നമ്മുടെ ലൈഫ് അത് പോണ ട്രജക്ടറി നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ ലൈഫും ഡിഫറെന്റ് ആണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ അത് ചെറുതായിട്ട് കോയിൻസൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നമ്മളെ സംസാരത്തിൽ നമുക്കത് മനസ്സിലായി. എവനും കുറെ ഇമോഷണലായി. നമ്മളൊക്കെ ഞാൻ കരഞ്ഞൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് എനിക്ക് ആ ഒരു ഓർമ്മ അതിപ്പോ നിങ്ങൾ പോഡ്കാസ്റ്റ് മനസ്സിലാവും. സൺഡേ 10 AM അതിന്റെ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി ഫുഡ് അടിക്കാൻ വന്നിട്ടുണ്ട്. ഫുഡ് ബ്ലോഗിംഗ്. സനി ബ്രോ നിങ്ങളിപ്പോ ഇരിക്കണ PDR-ലാണ് അറിയാവോ? പ്രൈവറ്റ് ഡൈനിങ് റൂം. അയ്യോ വേറെന്താ, പ്രൈവറ്റ് ഡിസ്കഷൻ റൂം.
ഡിസ്കഷൻ ഡൈനിങ് റൂമാണ്. ആണ് അല്ല അങ്ങനെയാണ് പറഞ്ഞത് എന്റെ മുതലാളി. PDR ആ സാധാരണ PDR എന്ന് ഉദ്ദേശിക്കുന്ന ഡൈനിങ് റൂമാണ്. അതെ, ഹയാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ PDR എന്ന് പറഞ്ഞാൽ ഡൈനിങ് റൂമാണ്. ഇവിടെ ചിലപ്പോ അത് ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. അതെ, ചോദിച്ചു നോക്കിയാണ്. ഇങ്ങ പ്രൈവറ്റ് ഡിസ്കഷൻ ആണോ ഡൈനിങ് ആണോ? ഓ, പ്രൈവറ്റ് ഡൈനിങ് റൂം എന്നും പറയാം അല്ലേ? ആ, അപ്പൊ സെറ്റാണ്. എങ്ങനെ വേണോ ഉപയോഗിക്കാം. ഇത് എന്തിനടി തക്കുറു എന്തിന് കുറിഞ്ഞി അത് കൂടു. എനിക്കറിഞ്ഞത് എന്താണ് സംഭവം. അതെ അതെ. അപ്പൊ തന്നെ തലേന്ന് പോയി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. ഹായ് ഗൈസ്, ഹായ്. എടാ ഇനി കൊണ്ട് മുട്ടിക്കരുത്, പൊട്ടിക്കഴിഞ്ഞാൽ എന്റെ പൈസ ഇല്ല. അത് ഓഫ് ആക്കൂലടാ നീ. മണ്ണിന്റെ മണം. മണ്ണിന്റെ നീ എപ്പോ ഇങ്ങനെ തിരിഞ്ഞു വരാൻ ഈ സാധനം ഓഫാക്കാം. വേണമെങ്കിൽ നമുക്ക് മൂട് വരെ ഓഫാക്കാം. മണ്ണിന്റെ മണമുള്ള അതെ, അതാണ്. കണ്ണു വെക്കല്ലോ, ഒരു കഷ്ട കുറവാണ് അത് പറഞ്ഞപ്പോ. മണ്ണി അല്ല, ബാറ്ററി ബാക്കോ ഭീകരമാണെന്ന് പറഞ്ഞപ്പോ അതാണ് രസമുണ്ട്. അഹങ്കാരമാണ് കേസ് മുടിയുള്ളതിന്റെ. ഇവിടെ ഇല്ലാത്തവന്റെ രോദന ഇല്ലാത്തവനെ അറിയാവൂ. ഓൾറെഡി 100 എണ്ണം പൊഴിഞ്ഞു തുടങ്ങി. എടാ നീ GFC കണക്ട് ചെയ്തായിരുന്നു. ജങ്കച്ചി ഫ്രൈഡ് ചിക്കൻ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കൂല കേസ്. ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് വരാം. ഉടലിന്റെ അത്രയുണ്ട് പെണ്ണെ ആ ഗ്ലാസ്. ഇത് എന്തുമാത്രം ഷുഗർ ആണെന്ന് അറിയാവോ? നിന്റെ പ്രായത്തിൽ നീ കുടിച്ചു. നിനക്ക് എത്ര ഇപ്പം പ്രായം? വെളി പറഞ്ഞോളല്ലോ. വെളി പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അതെന്തര്? എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ നോർമലി പറയാറില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, അത് പ്രായം കൂടുമ്പോഴാണ് പറയാത്തത് അല്ലേ? ഇല്ലാത്തവർക്ക് ശരിയാണ്. എന്ത് കുഴപ്പമടിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 1 മാസം കുടിക്കുന്ന ഷുഗർ ആ ഒരു ഗ്ലാസ്സിൽ കാണും. നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഷുഗർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ബോഡിക്ക് ഒരുമാതിരിയാവും. എന്താ ഷ്രിമ്പിനകത്ത് വോഡ്ക എവിടെ? അല്ല, എക്സൈറ്റഡ് അല്ല ഞാൻ. എന്താണ് ശാസ്ത്രം? എന്താ ഇത്? ആ ചെയ് ഇതെന്താ ഇതൊക്കെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ശ്മശാന മൂകത. കത്തി 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 കത്തി. ഇത് വേവിച്ചിട്ട് കൊണ്ടുവരാനുള്ളതല്ലേ? ഇവിടെ ഇട്ടാണോ വേവിക്കുന്നത്? ഓഹോ, ഇതെന്താ ഇങ്ങനത്തെ ഒരു കളറ്? ഇതോടുകൂടി എടുക്കാൻ പറ്റുമോ? അമ്പോ, ഇതെന്താ ഇത്? ഫുഡ്. അതെ, എന്താ ഇതിന്റെ പേര്? ചിക്കൻ കുസ്കൂസ്. ഓ, ഷ്രിമ്പും ചിക്കനും. ഓ, നല്ല കള്ളിന്റെ മണം. സൈനിപ്ര കള്ളിന്റെ മണം ഇല്ലേ? അല്ല, ഇത് നാട കള്ളിന്റെ മണം, വോഡ്കയുടെ മണം അല്ല. അല്ല എനിക്ക് കിന്നോ സാധനോ അതിനോട് ഒന്നും കഴിച്ചു തരും. സെറ്റ് സാധനമല്ലേ? ഭയങ്കര ജ്യൂസി അല്ലേ? എടാ നീ എന്തിനാ എന്റെ അത് പാതി കുത്തി കയറിക്കൊണ്ടിരിക്കുന്നത്? ഇത് കഴിച്ചു നോക്കണം. കള്ളിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല അതിന്. ആവിയായിട്ട് പോകുന്നത് പെർസെന്റേജ് വളരെ കുറവായി. ഇല്ല, ഇതൊന്നും ഇല്ല, ഒന്നും ഇല്ല അതിനകത്ത്. അപ്പൊ തന്നെ പോകും. ഫ്ലാംബെ ചെയ്യുന്ന പോലെയാണ്. തീ ഒഴിച്ചിട്ട് ഇങ്ങനെ ആൽക്കഹോളിന്. ഫ്ലാംബിയോ? ഫ്ലാംബേങ് എന്ന് പറയും. തീ ഇട്ടിട്ട് ഇങ്ങനെ ഫ്ലെയിം. അറിഞ്ഞൂടല്ലേ? ഇല്ല, നിനക്കറിയാവോ? കഷ്ടം തന്നെ. നിനക്കറിയാവോടാ? പിന്നെ എന്താ അത്? ഇത് പ്രോൺസ് അല്ലേ? പ്രോൺസ് തന്നെ കഴിച്ചുകൂടെ? ഇതെന്താ സനി ബ്രോ? ഇതാണ് കൊറിയക്കാരുടെ ചിക്കൻ വിങ്സ്. ഇത് നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്. ആണോ? നമ്മളത് എത്ര വർഷങ്ങളായിട്ട് അത്ര രക്ഷയില്ലാത്ത സാധനം. അടിപൊളിയാണ്. ഓ, ഉള്ള സാധനം കേട്ടോ. ഇവിടെ ഒരു സോസ് ഉണ്ട്, അതിന് മുക്കാം. കിംചി സോസ്. അരി കിംചി സോസ്. എന്താ? ക്യാബേജ് ഒക്കെ വെച്ചുണ്ടാകുന്ന ഒരു സാധനം. കിംചി എന്ന് പറയും, കൊറിയക്കാരാണ്. കിംചി സോസിൽ മുക്കിയ സൂപ്പർ ടേസ്റ്റ് കഴിച്ചു. അടിപൊളിയാടാ. എന്താ അങ്ങനെയൊക്കെ തിന്നണത്? ഉപ്പ് കഴിച്ച് മടുത്ത സാധനം. അതൊന്നും തിന്നു. നിന്റെ ഡയറ്റിലല്ലേ?
ദുബായിൽ എത്തിയിട്ടുണ്ട്. എടി ശരുവാണ് തടിയത്. ഇത് ബീഫ് മയോണൈസിലിട്ടത്. നീ എത്ര പോവേണോ? ഇല്ലടാ ഞാൻ ഇവിടെ അവനിട്ട് കൊടുത്തതാണ്. ലക്ഷ്മി ചേച്ചി കണ്ടത്. എല്ലാരും ലക്ഷ്മി ചേച്ചി പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് നൈസ് ടേസ്റ്റ് ആണ്. ചേച്ചി ആരും പേടിക്കില്ല. പാവം ചേച്ചി. പേടിയില്ലേ? കട്ട് ചെയ്യണം കേട്ടോ അത്. വന്നു കാണും ചിലപ്പോ. അത് കട്ട് ചെയ്യണേ. എഡിറ്റർ പ്ലീസ് കട്ട്. ഇതിന്റെ സാധനം എന്താന്ന് പറയണോ? ടർക്കിഷ് ബീഫ്. ഒരു ബൈറ്റ് എടുത്തോ. സോനൊന്ന് കഴിച്ചേടാ. എന്താ സംഭവം? പൊളി പൊളി. സൂപ്പർ ടേസ്റ്റ് ആണ്. പെട്ടെന്ന് ഒരെണ്ണം കഴിച്ചു. പിന്നെ നിനക്ക് ടേസ്റ്റ് ആണാടാ? വേണടാ കാർത്തി വേണം. നിന്നെ എനിക്ക് വിശ്വാസം പോരാ നിന്നെ. തീർന്നു പോലെ എനിക്ക് ഇത് വേണ്ട, ബ്രെഡൊന്നും വേണ്ട. ബ്രെഡും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഒന്നായിരത്തിപ്പൂരം ബ്രെഡ് കൂടി എടുത്ത് ഇതെടുക്കാൻ പറ്റണ വയറട്ടിയാണ്. ഒരു കഷ്ണം മൊത്തം എടുത്തു. എന്റെ പാവം വലുതാണ്. എടുക്കട്ടെ. ഓ എടുത്തോ. എന്നത് മൊത്തം. ഓഹോ ഇതൊക്കെ എന്ത് രുചിയാ ഗൈസ്. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ് ഗൈസ്. നമ്മള് തിന്ന് ശീലിച്ച ടേസ്റ്റുകളിൽ നിന്ന് വേറെ ടേസ്റ്റ്. എന്താ നമ്മള് ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെപ്പോഴും ഇങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യുക. നമ്മൾ ടേസ്റ്റ് ബഡ്സിന് നമ്മൾ എക്സസൈസ് കൊടുക്കുക. മനസ്സിലായില്ലേ? എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ കഴിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ ഒരു സുഖമില്ല. പൈസ കൂടെ വേണം. പക്ഷെ എക്സ്പ്ലോർ ചെയ്യുക. അതിപ്പോ എന്തോ നമ്മള് നീ റേറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഡിഷ് വന്ന് കഴിക്കുക. അറ്റ് എ ടൈം ഒരെണ്ണം കഴിക്കുക. കഴിച്ചോണ്ടിരിക്കുക പല പല സാധനങ്ങൾ കഴിക്കുക. അതാണ് എന്റെ സംഭവം. സൂപ്പർ ടേസ്റ്റ്. എന്താണ് ടർക്കിഷ് ബീഫ്. സാധനം കേട്ടോ. തൈരിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് എല്ലാം ഇല്ലേ? കൊള്ളാം കൊള്ളാം. കുറച്ചുണ്ടാവും നടക്കൂല. എന്തോ നീ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അല്ല ഒരു ജീവിതമേ ഉള്ളൂ. കഴിക്കേണ്ട സമയം അല്ല. എഡിറ്റർ കട്ട്. എഡിറ്റർ കട്ട്. ഒന്നും കട്ടണ്ടാ. ലക്ഷ്മി ചേച്ചി ഒന്നും കാണൂല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വട്ട പാരയാണ്. അതാണ് ഞാൻ നേരത്തെ നിന്നെ പറഞ്ഞത്. മനസ്സിലായല്ലോ. നീ തന്നെ നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ല? കണ്ണമ്പ്രോ ഇതെല്ലാം ഒന്നും മിണ്ടാതെ കഴിക്കുന്നുണ്ടല്ലോ. ബാക്കിയൊരു ഗ്യാപ്പ് കിട്ടട്ടെ എന്ന്. മക്കളെ എങ്ങനെയുണ്ടടി? കൊള്ളാവോ? അവളാ കാലില് തൂങ്ങി ആടുന്നു. അതെന്തരടാ? മറ്റേ ടർക്കിഷ് ചിക്കൻ ബീഫും പൊളി ഫുഡ്. ഈ ഒരു കോമ്പിനേഷൻ. ഈ ഒരു സാധനം സോസ് എടുക്കുക, ബീഫ് എടുക്കുക, ഈ ബ്രെഡ് എടുക്കുക. സാധനം അല്ലേ? നീ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നു? ഇത് കുബൂസില്ലേ? ദുബായ് പോലും എത്ര നല്ല കുബൂസ്. ചുമ്മാരി അതൊന്ന് കാണിച്ചേടാ. കുബൂസ് അത്രയും വലിയൊരു കുബൂസ് ഞാൻ ഒന്ന് കാണട്ടെ. എടാ അതിന് എടുത്തേടാ. ഇതെന്താ ഇതിന് പ്രത്യേകത? അവര് തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. സോഫ്റ്റ് കേട്ടാ ഇത്. ലൈറ്റ് ആണത്. എന്തരടാ? പൂരം എടുത്ത ഇതൊക്കെ സ്ഥലമില്ല. ബീഫും പിന്നെ ആ ഒരു കുബൂസും ഇതിന്റെ സോസും കൂടെ സോസ് കംപ്ലീറ്റ് ഈ ഒരു സോസ് മാത്രം മതി. ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. ഈ ബ്രെഡും കറിവേപ്പിലേക്ക് കേട്ടോ. സാധനം എന്താടാ? ഞാൻ എല്ലാം തിന്നോടാ. നീ തിന്നൂലേ? അതെന്താ? കറിവേപ്പിലൊക്കെ തിന്നാനുള്ളതല്ലേ? അപ്പം പിന്നെ പിന്നെ നീ കഴിക്കാറുണ്ടോ? കറിവേപ്പില കഴിക്കുന്ന ആൾക്കാർ കമന്റ്. ഓ യാ, കറിവേപ്പില ഗ്യാങ് അസംബിൾ. ഞാൻ ആകെ കറിവേപ്പില കഴിക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ഇല്ലേ? ചിക്കൻ ഫ്രൈയിൽ കറിവേപ്പില പൊരിച്ചിടൂലേ? കഴിക്കും. പൊറോട്ടയുടെ ഞങ്ങളെല്ലാരും കൂടി സൂഷിയുടെ കൂടെ വന്ന ചമ്മന്തി എന്ന് പറഞ്ഞില്ലേ? മക്കളെ നീ അടി നല്ല പച്ചക്കളർ കുതിര ചമ്മന്തി എന്ന് വെച്ചാൽ സൂപ്പറായിട്ട്
കഴിച്ചോക്കാൻ പറഞ്ഞു. ചേട്ടൻ അങ്ങനെ സ്പൂണിൽ കോരി എരിഞ്ഞടങ്ങിയില്ലേ നീ? ഒരു സ്പൂൺ വസാബിന്ന് ലിറ്റിൽ സോയിലെ വസാബി എന്ന് അതേപോലെ കഴിക്കില്ലേ മരിച്ചന ചിക്കൻ എടുത്ത് മുക്കിയെടുത്ത് ഒരു സ്പൂൺ വസാബി അവള് തിന്നു. എടാ ഇവിടത്തെ കുഴപ്പമില്ല, ഒറിജിനൽ വസാബി ഉണ്ടല്ലോ ഇവിടെ. ഗൈസ്, ഈ വസാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് ഫുഡിന്റെ കൂടെ ഒരു സാധനം ഉരച്ചുണ്ടാക്കുന്ന ഒരു പേസ്റ്റ് ഭയങ്കര ഏരിയയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ജാപ്പനീസ് റെസ്റ്റോറന്റ് വസാബി വാങ്ങി ഒന്ന് തൊട്ട് നാക്കി വെച്ചോ, മനസ്സിലാവും. എന്റെ അളിയ ചിക്കൻ ഫ്രൈ ആണ് ഇത്. രമണി ചിക്കൻ. രമണി ചിക്കനോ? അതെന്താ ചിക്കൻ? യമനിലെ ചിക്കൻ. യമനി ചിക്കൻ. ഓ യമനി ബ്രസ്റ്റാടാ, മനസ്സിലായി. അതെനിക്കൊരു കടിതാടാ. ടേസ്റ്റ് നോക്കായിരുന്നു. അപ്പം അവനത് വിശദമായിട്ട് കോരിയൊക്കെ എടുക്കുന്നു. എടാ എല്ലാം നിനക്കൊന്നും ഒരു ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോടാ. ഓ രണ്ടുപേരും ഒന്നിച്ചു നമ്മളിപ്പോ പറഞ്ഞോണ്ടോ കൊള്ളാം. ഇത് നെമ്മി യമനി കൊള്ളാം, വിട്ടും കൊള്ളാം. ഇതാണ് ഷാസിന്റെ യമനി ചിക്കൻ. ഇതെന്തായിരുന്ന സിയേഡ് ഫിഷാ, നെമ്മി പൊരിച്ചു. അതെ, ഞാൻ നേരത്തെ റെഡ് മസാല ഇട്ട് നെമ്മി പൊരിച്ചു. നെമ്മി പൊരിച്ച് സൈഡിൽ കുറച്ച് പച്ചക്കറി ഇട്ട് ഒരു ചോറ്, ഒരു ബ്രെഡ്. ഇതെന്താടി ഇത്? ഇതൊക്കെ എന്തൊക്കെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ആരാ? സുരാജിന്റെ ചിക്കനോ? സുരാജ് ഏട്ടാ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചിക്കനാണ് സുഹൃത്തുക്കളെ, സുരാജ ചിക്കൻ. ശ്രീരാജയോ? ഇതെന്താ സാധനം ബ്രോ? സിറാച്ചെ, അതെന്താണ് സാധനം? അതൊരു ടൈപ്പ് ഓഫ് മുളക് ഏരിയയാണ് സാധനം. ഇതെന്താ? ഇത് ഇതേപോലെ ചിക്കനാണ്, പെരി പെരി ചിക്കൻ. രണ്ട് ഏരിയുള്ള സാധനമാണ്. രണ്ട് സോസാണ് ബേസിക്കലി. അത് സിറാച്ച സോസ്, ഇത് പെരി പെരി സോസ്. രണ്ടും കുറച്ച് മുളക് ബേസ്ഡ് സംഭവമാണ്, ഏരിയുള്ള സാധനം. നമ്മൾ ഏരിയുള്ള നമ്മൾ ഹോട്ട് ആൾക്കാരാണ്. അതെ, നമുക്ക് കുറച്ച് എരിയും പുളിയൊക്കെ വേണം. നീ എന്തൊക്കെയാടി തിന്നുന്നത്? രണ്ട് കയ്യില് 12 മണിക്കൂർ സ്മോക്ക് ചെയ്ത ബീഫാണ്. 12 മണിക്കൂർ സ്മോക്ക് ചെയ്ത ബീഫാണ്. ചുമ്മാരി മകളെ ഒരു ഇത് തന്നേടി, ഒരു സ്പൂൺ തന്നെ കണ്ടാ. 12 മണിക്കൂർ. അയ്യോ പരിപാടി ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. എനിക്കറിയില്ല, ഞാൻ തിന്നാൻ പറഞ്ഞതാണ്. ടേസ്റ്റ് ചെയ്തത് 12 മണിക്കൂർ സ്മോക്ക് ചെയ്ത ബീഫടാ. ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റാ? ബ്രിസ്ക്കറ്റ്. സൂപ്പർ സാധനം അല്ലേ? ബീഫിന് എത്രയും സോഫ്റ്റ് ആക്കാൻ പറ്റുമെന്നുള്ളത് തെളിവാണ്. അത് കൊക്കക്കോളയിൽ ഇട്ട് ബ്രേസ് ചെയ്താണ്. കൊക്കക്കോളയിലാ? കൊക്കക്കോളയിലാണ് ആ സോസ് ഇല്ലേ? ആണോ? അത് കൊക്കക്കോള. അൺഹെൽത്തി ആവൂലേ? അതൊക്കെ ആവിയായി പോടാ. അതൊന്നും അല്ല, എന്റെ ഷുഗർ ആവിയാവൂല. ഷുഗർ ആവില്ല, അത് എന്തായാലും ഇതില് കാലറി ഉണ്ട്. ബീഫ് ബ്രിസ്ക്കറ്റ് നീ ഡയറ്റ് ഫുഡ് ആയിട്ട് വിചാരിക്കണ്ട. ഓക്കെ, തരുമോ? നമ്പർ നിങ്ങൾക്ക് ഇവക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് തരരുത്. ബാക്കിയത് വരണില്ല. ഒരു കഷ്ണം എടുത്ത ഇത് ആർക്ക് തിന്നാനാടി? കുറച്ച് പണിയാണ്, ഓപ്പറേഷൻ ചേട്ടാ. ഞാൻ എടുത്തു തരാം. ആദ്യം തന്നെ കാണണം. അത് കലക്കും. ഇങ്ങോട്ടോ മുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് കൊതി വരണം. ഷുഗറും കാലറിയൊക്കെ നോക്കണം. ഇങ്ങനത്തെ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്താൽ മതി, എനിക്ക് തിന്നാൻ പറ്റൂല. ഇതെന്താ? പെരി പെരി ചിക്കൻ കൈ ഫ്ലേവർ ഉണ്ടോ? മൈൽഡാണ്, വലിയ എരിയൊന്നുമില്ല, പക്ഷെ ആ ഫ്ലേവർ നൈസായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പെരി പെരി അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ദിവസം കക്കൂസ് ഏകദേശം ആ ഒരു എരി എന്തായാലും. സിറാച്ച ചിക്കൻ കഴിക്കാം. ഇത് ചിക്കൻ കുറച്ച് സോസിലൊക്കെ മുക്കി എടുക്കുക. പിന്നെ കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോ അതിൻ്റെ കൂടെ ചാമ്പി കൊടുക്കാം. അത് വേറെ എപ്പോഴും നമ്മൾ ആ ഫസ്റ്റ് അക്കമ്പനി സാധനം ഇല്ലാതെ തനിയെ കഴിക്കണം. എന്നാ അതിനൊക്കെ സൈഡിലോട്ട് കളയുക. എന്നാ വീണ്ടും വെക്കുക. സമ്മതിക്കരുത് കേട്ടോ. എന്നാ ഭയങ്കര സോഫ്റ്റ് സാധനം കഴിച്ചു, അടിപൊളി. ഓക്കെ, ഇനി ഒരു ക്ഷമയുടെ നെല്ലിപ്പലക ഇളകി ഫുഡ് വന്നതിന് ശേഷം തെണ്ടി തല പോലും പൊക്കി നോക്കിയിട്ടില്ല. നോക്കിയാണ് അതിനെ താത്തിക്കോ. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഗുയ്സ് ഗൈസ്, നീ ഒന്ന് ചിരിച്ചേടി. ഒന്ന് ചിരിച്ചാണ്. ആദ്യം കറക്റ്റായിട്ട് വന്നടി. അല്ലേ, കറക്റ്റായിരുന്നു അത്. ശ്രദ്ധിച്ചിട്ട്
ചിരി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം അവളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അവള് കറക്റ്റ് മറ്റേ ഫ്രണ്ട്സിനൊരു ജാനറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പെണ്ണും പിള്ള. ചിരി മനസ്സിരുന്ന് രാത്രി സ്ലീപ്പ് വാക്കിംഗ് ഒന്ന് ചിരിച്ചേടി എടാ മഞ്ഞില്ലടാ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചിരിയൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. അതെ 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 അതെ. ഹാപ്പി ഹോർമോൺ വന്നാ ഇങ്ങനെ ചിരിക്കുവോ? എനിക്കറിയാം ഇത് ചിരിയാണെന്ന് എഴുതി വെക്കണം. കുറച്ച് കഴിയുമ്പോ ഇവന്റെ ഇതും രണ്ട് കോളിംഗ് ബെല്ലും ഒരു രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് മറ്റേ ക്ലാഷ് ആവുന്നുണ്ട് കേട്ടോ. എടാ നിന്റത് മോശമൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ നല്ല ചിരിയുണ്ടോ കോമഡി നിന്റത്? നമ്മൾ സൈലൻസർ വെച്ച് ചിരിക്കുക. ആണോ? നീ ചിരിച്ചാണ് ഇതെന്ത് രണ്ട് ഇത് ഉച്ചത്തോടെ ചിരിയാണ്. അയ്യോ കോമഡികൾ തന്നെ. സുഹൃത്തുക്കളെ വളരെ ചെറിയ ഒരു ബില്ല്. ചെറുത് വളരെ 7,000 ഉള്ളാന്നാ. 7,000 നമുക്ക് ഷെയർ ചെയ്യാം. ഞാനും നീയും. ഓ ഡേയ് നമ്മൾ ഇവിടെ ഇരുന്ന് കുറെ കോന അടിച്ചു. ഇനി എൻഡ് ചെയ്യാൻ പോവാണ്. എവിടെ പോണം? എനിക്ക് രാവിലെ ഷൂട്ടുണ്ട്. അല്ലെ നിനക്ക് പോണ്ടേ? ആ പിന്നെ നാളെ രാവിലെ ഷൂട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ടാറ്റ കൊടുക്കും എല്ലാവരും. ടാറ്റാ.